വാഗമൺ റോട്ടിൽ വേലത്തുശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം, എനിക്ക് പുറകിൽ ഒരു വലിയ പാറ. നമുക്കതിൻ്റെ വലിപ്പം, ഞാനതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്നാണ് കരുതുന്നത്. ഇത്രയും വലിയൊരു പാറ ആദ്യം ഇടിഞ്ഞു വീഴുന്നു. അതിന് പിറകെ ഈ മലയിലെ ഒരു ഭാഗം ഇങ്ങനെ ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുകയാണ്. എന്ന് മാത്രമല്ല, നമ്മൾക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ നമുക്ക് കാണാം, അവിടെ ഒരുപാട് ഇത്തരത്തിൽ മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ചു കിടക്കുന്നത് കാണാം. വലിയ പാറക്കല്ലുകളാണ് ഈ റോട്ടിലേക്ക് വീണിട്ടുള്ളത്. പിന്നീട് ആളുകൾ എത്തി ഇത് JCB ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഹിറ്റാച്ചിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്പം ഈ പാറ പൊട്ടിച്ച് സൈഡിലേക്ക് മാറ്റി ഈ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും പൂർണ്ണമായും റോഡ് ക്ലീൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ റോഡിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പോഴും ഗതാഗത യോഗ്യമായിട്ടുള്ളൂ. മറുവശത്ത് ഇപ്പോഴും വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്നത് നമുക്ക് കാണാം. എത്ര ഭീകരമാണ് ഇതിൻ്റെ അവസ്ഥ എന്നതാണ്. ഇവിടെ ഭാഗ്യം കൊണ്ട് ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, ഇത് കഴിഞ്ഞ 31-ാം തീയതി രാത്രി ഉരുൾപൊട്ടിയ സമയത്ത് വന്നതാണോ ഇത്? അത് 31-ാം തീയതി രാത്രി ഉരുൾപൊട്ടിയ സമയത്ത് എത്തിയതാണിത്. ഇത് വന്ന അതിൻ്റെ പിറ്റേ ദിവസം ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് ഗതാഗതം പോലും പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചത്. കല്ലുകൾ ഇത്ര ഭീകര കല്ലുകളായതുകൊണ്ട് ജാക്കി കൊണ്ടുവന്ന് വെടിവെച്ച് മാറേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നത്. ഈ റോഡിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100 മീറ്റർ സ്ഥലത്ത് ഗ്യാപ്പിൽ ഒരു 10 അടുത്തെങ്കിലും ഇടിഞ്ഞ് മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ തന്നെയല്ല, ഉരുൾപൊട്ടൽ, അതുപോലെ ഇടിയാത്ത സ്ഥലങ്ങളില്ല. ഈരാറ്റുപേട്ട തീക്കോയി തുടങ്ങി വാഗമൺ വരെയുള്ള സ്ഥലങ്ങളിൽ ഇടിയാത്ത സ്ഥലങ്ങൾ തീരെ കുറവാണെന്ന് വേണം പറയാൻ. വലിയ ഭീകരാവസ്ഥയാണല്ലോ ഇവിടെ. അന്ന് വാഹനങ്ങളൊന്നും പോകാത്തതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. തീർച്ചയായും രാത്രി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒത്തിരി വാഹനങ്ങൾ ഇതിൽ പെട്ടുപോയി, കടന്നു പോകാൻ പറ്റാതെ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ട് കിടന്നു. പിന്നെ സാധാരണ സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്, ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണല്ലോ. അത് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഒത്തിരി രാത്രി ആയതുകൊണ്ട് തന്നെ ഒത്തിരി വണ്ടികൾ കുറവായിരുന്നു. എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയ ഒത്തിരി വണ്ടികളുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് ആൾക്കാർക്ക് അധികം അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അതാണ് 31-ാം തീയതി രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ വലിയ അപകടം സംഭവിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഈ റോഡിൽ സഞ്ചാരികൾ ഉൾപ്പെടെ, വാഗമണിലേക്കുള്ള സഞ്ചാരികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന റോഡാണ്. അതിൽ ഇത്രയും ഭീകരമായ നിലയിൽ ഒരു മണ്ണിടിച്ചിൽ എന്നതിനപ്പുറം വലിയ പാറക്കെട്ടുകളാണ് ഇവിടെ ഇടിഞ്ഞ് താഴേക്ക് വീണത് എന്നതാണ്. അതിൽ എടുത്തു മാറ്റാൻ JCB ഉപയോഗിച്ച് മാറ്റാൻ പോലും പറ്റാത്ത വലിപ്പമുള്ള കല്ലുകളാണ് ഇവിടെ പതിച്ചിരിക്കുന്നത്, റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് പൊട്ടിച്ചിട്ടൊക്കെയാണ് ഈ റോഡിലെ ഗതാഗതം എങ്കിലും സ്ഥാപിക്കാൻ കഴിഞ്ഞത്. 3 ദിവസം കഴിഞ്ഞിട്ടും പൂർണ്ണമായും ഇത് നീക്കം ചെയ്യാൻ പോലും ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇത്തരത്തിൽ 10ഓളം സ്ഥലങ്ങളിൽ ഈ റോഡിൽ, അതായത് ഈരാറ്റുപേട്ട വാഗമൺ റോട്ടിൽ മാത്രം ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടിയാണ്. അതായത് വലിയ ഭീകരമായൊരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ, കോട്ടയം.